പ്രസിദ്ധ ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി ചെയർമാനുമായ മുരളി ചീരോത്താണ് ഈ പാനൽ ചർച്ചയുടെ അധ്യക്ഷത വഹിക്കുന്നത്. ലോക പ്രശസ്ത ചിത്രകാരനും പ്രമുഖ ശില്പിയുമായ റിയാസ് കോമു, പ്രശസ്ത ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ കെ മധുസൂദനൻ, ചിത്രകാരൻ, കവി, കലാനിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സുധീഷ് കോട്ടേമ്പ്രം, കവി, ചിത്രകാരി, കലാചരിത്ര ഗവേഷക എന്നീ നിലകളിൽ പ്രശസ്തയായ കവിത ബാലകൃഷ്ണൻ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ ഇന്നത്തെ ഒരു ചർച്ചയിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മൾ ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷം പ്രത്യേക ക്വസ്റ്റ്യൻസ് ആയിട്ട്, കാരണം ഇവർ 4 പേരും വളരെ വ്യക്തമായിട്ടുള്ള തലങ്ങളിൽ ഇന്ത്യൻ കലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും അതേപോലെ തന്നെ എഡ്യൂക്കേഷനിസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ അത്തരത്തിൽ മുന്നോട്ട് ചർച്ച നീങ്ങാന്നുള്ളതാണ് ഞങ്ങൾ ഇൻറ്റേർണലായിട്ട് ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു പ്രിമൈസസ് എങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. കലയുടെ നിർവചനം മാത്രമല്ല, അതിനോടുള്ള സമീപനവും പ്രയോഗ രീതികളുമെല്ലാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കലയിലെ പുതിയ പ്രവണതകളെക്കുറിച്ച് ഇത്തരമൊരു ചർച്ച നടത്തുന്നത്. ഒരു പക്ഷേ നമ്മൾ പരമ്പരാഗതമായി പിന്തുടരുന്ന പല പ്രയോഗങ്ങളും അത് ഭാഷയിൽ മാത്രമല്ല പ്രയോഗത്തിലും ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം പുതിയ കാല കലയെ നമ്മൾ സമീപിക്കുക. കലയിൽ വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് എന്ന് മാത്രമല്ല, അതെല്ലാം നമ്മൾ കലയെ സമീപിക്കുന്ന രീതിയിലും അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിലും വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാഹിത്യം, കല, ഭാഷ, സംസ്കാരം, ശാസ്ത്രം, രാഷ്ട്രീയം എന്നിവ ഇനി നമുക്ക് ദൃശ്യകലയിൽ വേറെ വാട്ടർ വെയ്റ്റ് കമ്പാർട്ട്മെൻറ്റായി കാണാനാവില്ല. അതിർവരമ്പ് മാച്ചു കളയുന്ന പുതിയ പരീക്ഷണങ്ങൾ പ്രസക്തമാവുന്നത് ഇവിടെയാണ്. ഒരു പക്ഷേ പുതിയ കാല കലയിൽ ഒരു കവിയും ശില്പിയും തമ്മിൽ, ശാസ്ത്രജ്ഞനും കലാകാരനും തമ്മിൽ ഭേദമില്ല എന്ന് പറയേണ്ടി വരും. പരീക്ഷണശാലയും സ്റ്റുഡിയോയും ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയാവും. ഇന്ന് നമ്മുടെ ചർച്ച ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം തുടങ്ങാനെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പരമ്പരാഗതമായി ചുവർചിത്ര ശൈലിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. അത് ദക്ഷിണ പൂർവേഷ്യൻ മ്യൂറൽ ശൈലിയുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. സംസ്കൃതവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നിലനിന്ന ഈ ശൈലികൾ മാറ്റിക്കൊണ്ടാണ് സലോൺ അഥവാ വിക്ടോറിയൻ ശൈലികൾ ഇവിടെ കടന്നു വരുന്നത്. രാജാ രവിവർമ്മ കൊണ്ടുവന്ന എണ്ണച്ചായത്തിൻ്റെ വലിയ സാധ്യതകൾ പ്രസക്തമാവും ഇവിടെയാണ്. ഇവിടെ ഒരു പുതിയ ഭാഷ രൂപാന്തരപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന വിചിത്രമായ കാര്യം, നമ്മൾ നിലവിലുള്ള നവമാധ്യമങ്ങളെ സമീപിക്കുന്ന രീതിയിലെ വൈരുദ്ധ്യമാണ്. നവമാധ്യമ കല എന്നത് യാഥാർത്ഥ്യത്തിൽ കലയാണോ എന്ന ചോദ്യമാണ് ഇപ്പോഴും പലരും ഉയർത്തുന്നത്. ഇത് നമ്മുടെ ദൃശ്യ സംസ്കാര സാക്ഷരതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാൻ ഏഷ്യ പശ്ചാത്തലത്തിൽ സമകാലിക കലയെ നവമാധ്യമ രീതികൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. വീഡിയോ ആർട്ട്, വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി, ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റലേഷനുകൾ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത ആർട്ട് എന്നിവയുൾപ്പെടെ നിരവധി ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമുക്കിവിടെ ഉദ്ധരിക്കാനാവും. വീഡിയോ ആർട്ടിൻ്റെ ഉപയോഗമാണ് പാൻ ഏഷ്യ സമകാലിക കലയിലെ നവമാധ്യമ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന്. ഇന്ത്യയിലും ഒരുപാട് പേര് ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇതിലൂടെ ഐഡൻറ്റിറ്റി, ആഗോളവൽക്കരണം, സാമൂഹികവും രാഷ്ട്രീയമായ വിവിധ വിഷയങ്ങൾ ഇതെല്ലാം അവർ ആരായുന്നുമുണ്ട്. കൊറിയൻ അമേരിക്കൻ കലാകാരനായ നാംജൂൺ പൈക്കിനെ പോലുള്ള കലാകാരന്മാർ ഇവിടെ നൽകിയ സംഭാവന എടുത്തു പറയേണ്ടതാണ്. ഇന്ന് വെർച്വൽ റിയാലിറ്റി VR, ഓഗ്മെൻറ്റ് റിയാലിറ്റി AR എന്നിവയും പാനേഷ്യൻ സമകാലീന കലയിൽ ഏറെ പ്രമുഖമാണ്. ചൈനയിൽ നിന്നുള്ള കാവോഫിയെ പോലുള്ള കലാകാരരുടെ ഇൻസ്റ്റലേഷനുകൾ VR ആൻഡ് AR ഫിസിക്കൽ വെർച്വൽ മേഖലകൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാക്കുന്നത് കാണാനാവും.
പാൻ ഏഷ്യ സമകാലീന കലയിലെ നവമാധ്യമ കലകളുടെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു പ്രധാന ഘടകമാണ് ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റലേഷനുകൾ. ഇവ കലാസൃഷ്ടികളിൽ സജീവമായി ഇടപഴകാൻ കാഴ്ചക്കാരെ ക്ഷണിക്കുന്നു. സെൻസറുകൾ, മോഷൻ ഡിറ്റക്ടറുകൾ, മറ്റ് സാങ്കേതികവിദ്യകൾ എന്നിവ വഴി ഇൻസ്റ്റലേഷനുകൾ കാഴ്ചക്കാരുടെ സാന്നിധ്യത്തോടും പ്രവർത്തനങ്ങളോടും പ്രതികരിക്കുന്നത് കാണാനാവും. ജപ്പാനിൽ നിന്നുള്ള ടീം ലാബ് പോലുള്ള സംഘങ്ങൾ ഇത്തരം സംവേദനാത്മക ഇൻസ്റ്റലേഷനുകൾക്ക് വേറെ വിഖ്യാതരാണ്. മറ്റൊന്ന്, പാൻ ഏഷ്യൻ സമകാലീന കലയിൽ ഇൻ്റർനെറ്റ് അധിഷ്ഠിതവും കലയും നവമാധ്യമ കലാപ്രവർത്തനത്തിൻ്റെ ഒരു പ്രബല രൂപമാണ് എന്നതാണ്. ഏഷ്യൻ കലാരംഗവുമായി അടുത്ത ബന്ധമുള്ള ജർമ്മൻ കലാകാരി ഹിറ്റോ സ്റ്റെയ്ലറിനെ പോലുള്ള കലാകാരർ സമൂഹത്തിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യകളുടെ സ്വാധീനത്തെ വിമർശനാത്മകമായി പരിശോധിക്കുന്ന ഇൻ്റർനെറ്റ് അധിഷ്ഠിത കലാ സൃഷ്ടികൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഒരു തരത്തിൽ പാൻ ഏഷ്യൻ സമകാലിക കലയിലെ നവമാധ്യമ സമ്പ്രദായങ്ങൾ കലാപരമായ ആവിഷ്കാരത്തിൻ്റെ അതിരുകൾ വികസിപ്പിച്ചിരിക്കുന്നു എന്നത് പറയാതെ വയ്യ. വൈവിധ്യമാർന്ന ആശയങ്ങൾ ആവിഷ്കരിക്കാനും പരമ്പരാഗത കലാരൂപങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്താനും ഇവർ വളരെ നൂതനമായ രീതിയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അത് ആഗോളവൽകൃത ലോകത്തിൻ്റെ പരസ്പരബന്ധിതമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. സമകാലീന കലകളെക്കുറിച്ചുള്ള ചോദ്യം കലയുടെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു കാര്യം സമകാലികമായിരിക്കുന്നു, കണ്ടംപററിനെസ് എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അർത്ഥമാക്കുന്നത് ആധുനികതയും ഉത്തരാധുനികതയും തമ്മിലുള്ള പിരിമുറുക്കത്തിൽ നിന്നും ഇന്നത്തെ നിമിഷത്തിൻ്റെ സങ്കീർണതകളിൽ നിന്നും ഈ ചോദ്യം ഉയർന്നു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഏറെ പ്രസക്തമായ ഒരു കാര്യം പരിസ്ഥിതി കല അഥവാ ഇക്കോ ആർട്ടാണ്. ഇത് നമ്മുടെ ഭൂമിയിലെ ജീവരൂപങ്ങളും വിഭവങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സുസ്ഥിര മാതൃകകളിലാണ് ശ്രദ്ധേയമൂന്നുന്നത് എന്ന് മാത്രമല്ല, അവയ്ക്ക് വലിയ പാരിസ്ഥിതിക, സാമൂഹ്യ, രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് താനും. ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവബോധം കൊണ്ടുവരാൻ കൂടി കല ലക്ഷ്യമിടുന്നു. സോയിൽ ലാബ് പോലുള്ള ആശയങ്ങൾ പ്രസക്തമാകുന്നത് ഇവിടെയാണ്. മണ്ണ്, അതിൻ്റെ ഘടന, രാസരൂപം ഇതെല്ലാം കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നു. അതുപോലെ തന്നെ ആർട്ട് കാറ്റലിസ്റ്റ് എന്ന പോലുള്ള ഗ്രൂപ്പുകളെക്കുറിച്ചും നമ്മളിവിടെ പറയേണ്ടതുണ്ട്. മനുഷ്യനെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും കുറിച്ച് തന്നെയാണ് ഈ വിഷ്വൽ ആർട്ട് ഓർഗനൈസേഷനും ആരായുന്നത്. മനുഷ്യനും പ്രകൃതിയും മണ്ണും വെള്ളവുമെല്ലാം കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുകയും അവ ഇൻ്റർ ഡിസിപ്ലിനറി സമീപനങ്ങളുടെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ഇന്ന് മാധ്യമ കലയെക്കുറിച്ച് ഈ ചർച്ച നടത്തുന്നത്. എന്താണ് പുതിയ കാലത്തെ നവമാധ്യമങ്ങളുടെ പ്രസക്തി? അവ എങ്ങനെയാണ് നമ്മുടെ കാലത്തെ കലയെ നിർവചിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ പ്രസക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ഞാൻ ഇത്രയും വായിച്ചത് ആ ഒരു ഹിസ്റ്റോറിസിറ്റി നമുക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്നല്ലാത്തവർ ഇത് വളരെയധികം ഒരു തലത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ മധു ഉണ്ട്, അതുപോലെ റിയാസ് ഉണ്ട്, അതുപോലെ തന്നെ കവിതയുണ്ട്. ഇവരിൽ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ചോദ്യം മധുവിനോട് ഞാൻ ചോദിക്കാനുള്ളത്, ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് സിനിമ എന്ന മാധ്യമത്തിൻ്റെ സമകാലീനത താങ്കളുടെ സിനിമയിൽ കൊണ്ടുവന്നത്? സൗന്ദര്യശാസ്ത്രപരമായ മാറ്റങ്ങൾക്കപ്പുറം ട്രീറ്റ്മെൻറ്റുകളിലും ടൂളുകളിലും താങ്കൾ കൊണ്ടുവന്ന മാറ്റം എന്താണ്? അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്രപരമായ സമീപനത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മിൽ കിടക്കുന്ന മുൻധാരണകളെ തകർത്ത് നമുക്കൊരു പുതിയ തലത്തിൽ എത്തിച്ചേരാനാവുമോ? താങ്കൾ ആഗോള തലത്തിലുള്ള നവമാധ്യമ കലയെ, പ്രാക്ടീസിനെ എങ്ങനെയാണ് സ്വന്തം മാധ്യമത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് താങ്കളുടെ സിനിമയിലും മറ്റ് കലാപ്രവർത്തനങ്ങളിലും നോക്കിക്കാണുന്നത്? ആ ഒരു ചോദ്യം തുടക്കത്തിൽ മധുവിനോട് ചോദിച്ച് തുടങ്ങും. നമസ്കാരം. അത് ഞാൻ മിക്കവാറും ഈ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. രേഖാചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് ആയിരുന്നു അത്. അപ്പോൾ അതിനുശേഷം 1970കളിൽ വളരെ സജീവമായിരുന്ന റാഡിക്കൽ പെയിൻറ്റേഴ്സ് ആൻഡ് സ്കൾപ്റ്റേഴ്സ് മൂവ്മെൻ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും അതിൻ്റെ പ്രധാന പ്രാക്ടീഷണറായിരുന്ന കെ പി കൃഷ്ണകുമാറിൻ്റെ മരണത്തോടെ അതിൻ്റെ അന്ത്യവും, അതായത്
അത് പിന്നീട് തുടർന്നു പോകാൻ പറ്റാത്ത രീതിയിലാവുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വേറൊരു മാധ്യമത്തെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ. അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള, അതായത് ജനങ്ങളിലേക്ക് കുറേ കൂടെ അടുത്തിയെല്ലാം കഴിയുന്ന ഒരു മാധ്യമത്തെ, ഒരു പുതിയ മാധ്യമത്തിൽ സ്വന്തം കല പരീക്ഷിക്കാനുള്ള ഒരു ഇത് എനിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അന്ന്. ഇന്നും അത് തന്നെയാണ്. പക്ഷേ ഇന്ന് കുറേ കൂടെ ഇതാണ്. കാരണം ഇന്നിപ്പോൾ ഡിജിറ്റൽ ക്യാമറകളുണ്ട്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സിനിമ എടുക്കാൻ പറ്റും. പക്ഷേ അന്ന് വളരെ ഇതിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യമാണ് ചെറിയ സിനിമകൾ എടുക്കുക എന്ന് പറയുന്നത്. കാരണം അത് കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പിന്നെ ഇത് കാണിച്ച് പണം സമ്പാദിക്കാനുള്ള യാതൊരുവിധ പദ്ധതികളുമില്ല. തിയേറ്റർ കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൻ്റെ അതിൻ്റെ പ്രയോഗത്തിലുള്ള കാര്യങ്ങൾ എന്നെ ഭയങ്കരമായിട്ടന്ന് ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വിധേനയോ അത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്കവാറും എൻ്റെ പ്രാക്ടീസ് ഈ കലയിലുള്ള പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് അങ്ങനെയുള്ള പ്രാക്ടീസിൻ്റെ ഒരു തുടർച്ച പോലെ ഞാൻ സിനിമയെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു അക്കാലത്ത്. അങ്ങനെ ഞാനൊരു ചെറിയ സിനിമ എടുത്തിട്ട്, അതായത് സെൽഫ് പോർട്രേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് 35 mm അത് തീർത്തത്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ സമ്പാദിച്ച പണമെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ സിനിമ എടുക്കുന്നത്. ഏകദേശം 1990-കളിലാണ് ആ സിനിമ പുറത്തു വരുന്നത്. അപ്പോൾ ആ സിനിമ ഞാൻ പുറത്തേക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി. അത് പല വിദേശ ചലച്ചിത്രമേളകളിലും പ്രദർശിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ പ്രദർശനത്തോടൊപ്പം ഞാൻ പല സ്ഥലത്തുമൊക്കെ ട്രാവൽ ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഫ്രാൻസിൽ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോംപിഡോ സെൻറ്റർ കാണുകയാണ്. അപ്പോൾ പോംപിഡോ സെൻറ്റർ കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ന്യൂ മീഡിയ ആർട്ടിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അവിടെ ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു. അതായത് ജോസഫ് ബേസിൻ്റെ അടക്കമുള്ള ഒരുപാട് വർക്കുകൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ആർട്ടിൻ്റെ പ്രാധാന്യത്തെ എനിക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന പ്രാക്ടീസിൽ ചില പെശകുകളുണ്ടെന്നും അത് കുറേ കൂടെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ശക്തമായ മാധ്യമമാണെന്നും എനിക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തിൽ ആ സന്ദർശനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിസരങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് കുറേ കൂടെ ശക്തമായിട്ടുള്ള ഇമേജറികൾ ഇതാക്കാനായിട്ട് ഒരു കൂട്ടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ മറ്റുള്ളവരുടെ സിനിമകൾ കാണുകയൊക്കെ ആയിരുന്നു ഡൽഹിയിലൊക്കെ ചെയ്തിരുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത് ആ കാലത്ത്. അപ്പം നിരന്തരമായിട്ട് സിനിമകൾ കാണുകയും ഇത്തരം കാര്യങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്തിരുന്നു. വീഡിയോ ആർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോ ആർട്ട് യൂറോപ്പിൽ തന്നെ രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. പിന്നീടാണ് അത് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. ആ സമയത്താണ് ഞാൻ എൻ്റെ ഈ വിദേശ സന്ദർശനവും ആദ്യത്തെ കാഴ്ചയൊക്കെ ഈ വീഡിയോ ആർട്ടിനെ ഞാൻ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം ഞാൻ അറിഞ്ഞത് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഈ നറേറ്റീവ് ഫിലിംസ് പോലെ വെള്ളിയാഴ്ച തോറും മാറിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ അതിനേക്കാളിലൊക്കെ എത്രയോ ശക്തിയുള്ള ഒരു മാധ്യമമാണ് വീഡിയോ ആർട്ടും എന്നൊക്കെയുള്ള കാരണം ഞാൻ കണ്ട ചിത്രങ്ങളൊക്കെ പലതും വലിയ മ്യൂസിയങ്ങളിലൊക്കെ ആയിരുന്നു. അതിൻ്റെ പരിമിതികളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നത് വലിയ വിഖ്യാതരായിട്ടുള്ള വളരെ ശ്രദ്ധേയരായിട്ടുള്ള വീഡിയോ ആർട്ടിസ്റ്റുകളുടെ വർക്ക് മാത്രമായിരുന്നു അവിടെയൊക്കെ കാണിച്ചിരുന്നത്. എന്നിൽ കൂടി എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഇതെനിക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിരുന്നു. അപ്പം ഞാനത് ആ എക്സസൈസാണ് പിന്നീട് ഞാൻ എൻ്റെ കലാജീവിതത്തിൽ തുടർന്നത്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ഞാൻ അക്കാലത്ത് പരീക്ഷിച്ചു നോക്കിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് പലതും എനിക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളവയൊക്കെ തന്നെ മിക്കവാറും ഗാലറികളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ജനസഞ്ചയത്തിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സിനിമയ്ക്ക് അങ്ങനെ ഒരു ശക്തിവിശേഷം ഉണ്ടല്ലോ, ഒരുപാട് പേരെ കാണിക്കാവുന്നതും ഒരുപാട് പ്രിൻ്റുകൾ എടുത്തിട്ട് പല ഇടങ്ങളിൽ കാണിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിമിതമായിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അന്ന് കാണിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും അത് ഉണ്ടാക്കുന്ന ഒരു ലോകം, അത് ആ
അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആശകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വാസ്തവത്തിൽ യൂറോപ്പിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു അക്കാലത്ത്. പ്രത്യേകിച്ചും സൗത്ത് കൊറിയയിലുമൊക്കെ ഉള്ള ചൈനയിലാണ് ഏറ്റവും നല്ല വീഡിയോ ആർട്ടിസ്റ്റുകളെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. പല ഇഷ്യൂസ് അവർ അതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാവുന്ന ഐവേവിയുടെ വർക്കുകളാണ്. ഐവേവി പ്രധാനമായിട്ടും വേറൊരു രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഐവേവിയുടെ ഐവേവി സമാന്തരമായിട്ട് തൻ്റെ കലാജീവിതത്തിൽ മറ്റു വർക്കുകളുടെ സ്കൾപ്ചറും പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സമാന്തരമായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് വീഡിയോ ആർട്ടിൻ്റെ. പക്ഷേ അത് അതീവ ശക്തമായിട്ടുള്ള കുറേ ഫിലിംസ് അയാൾ ഈ വീഡിയോ ആർട്ടിൻ്റെ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഐവൈ ചെയ്തിട്ടുള്ള വർക്കാണ് ഹ്യൂമൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ചിത്രം. അതായത് 2-3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ ചിത്രമാണ്. അതായത് ലോകത്തിലെ 64 രാജ്യങ്ങളിലെ അഭയാർത്ഥികളെക്കുറിച്ചാണ് ആ സിനിമ. അപ്പോൾ അത് എന്തുമാത്രം പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണെന്ന്. ഞാനൊന്ന് ഇൻ്റർഫിയർ ചെയ്തിട്ട് സമയത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ താങ്കളെപ്പോലുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ന്യൂ നരേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കടന്നു വന്ന ഒരു ആർട്ടിസ്റ്റാണല്ലോ. എങ്ങനെയാണ് അന്ന് അതായത് 80s ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കലയിലെ ഈ ന്യൂ പ്രവണതകളെ നിങ്ങൾ റീഡ് ചെയ്യും, അത് കലയുടെ ഭാഗമാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചും എങ്ങനെയായിരുന്നു? വളരെ ചുരുക്കി പറയാം, അപ്പോൾ അടുത്ത ഒരു കാൻഡിഡേറ്റിലോട്ട് പോകാൻ കഴിയും. അല്ല, അന്നുണ്ടായിരുന്ന പ്രാക്ടീസിന് പ്രധാനമായിട്ടും ഞങ്ങൾ എതിർത്തിരുന്നത്, അതായത് ഈ റാഡിക്കൽ പെയിൻറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളോടെയാണ് ആ എതിർപ്പ് വളരെ സജീവമായിട്ട് കേരളത്തിലെ കലാന്തരീക്ഷത്തിൽ പൊങ്ങി വന്നത്. അപ്പോൾ അതിൽ നിന്ന് നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രാക്ടീസ്, അതായത് നമ്മൾ സ്വകാര്യമായിട്ട് സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യുന്നതും പിന്നീട് അത് പുറത്തു കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രാക്ടീസിൽ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ അത് കാണുന്നവരെയാണ്. കാണുന്ന ആസ്വദിക്കുന്ന ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമില്ലായ്മയാണ് വാസ്തവത്തിൽ കലയെ ഒരു വലിയ പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിപ്പോഴും അങ്ങനെയുണ്ട് ആർട്ടിന്. അതെ, റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ പ്രശ്നം ഈ കലയെ ഗാലറികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും സാധാരണ ജനങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവരികയും അതിൻ്റെ ഒരു കോമൺ ത്രെഡ് അല്ലെങ്കിൽ ഒരു കോമൺ ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കോഴ്സ് നടന്നിരുന്ന സ്ഥലങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു കാണാപ്പുറമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഡിസ്കഷൻ അന്നത്തെ ഇതിലെ സാഹചര്യത്തിൽ വളരെ പരിമിതമായിരുന്നു അത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ പലരും, ഗീതാ കപൂറൊക്കെ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് ആ കാലത്ത് തന്നെ. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോകുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ഒരു ഷോ ആയിരുന്നു ഗീതാ കപൂർ ഓർഗനൈസ് ചെയ്ത പ്ലേസ് ഫോർ പീപ്പിൾ എന്ന് പറയുന്ന ഷോ. അപ്പോൾ അത് വാസ്തവത്തിൽ ആളുകളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് അവരുടെ വർക്കിൽ തന്നെ നടത്തിയിട്ടുള്ള ഇതായിരുന്നു. ഇപ്പോൾ ഷെയ്ഖ് സാറിൻ്റെയോ അല്ലെങ്കിൽ സുധീർ ഭട്ട്വർദ്ധൻ്റെ ഒക്കെ വർക്കിൽ വളരെ ജനനിബിഡമായിട്ടുള്ള ഒരു ക്യാൻവാസിൻ്റെ ഇത് കാണാൻ പറ്റും. അവരുടെ വർക്കുകളിൽ തന്നെ ഒരുപാട് ആൾക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പല ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് അവർ വരച്ചിരിക്കുന്നത്. അതിലൂടെ ഇനി അടുത്തൊരു ടൈമിലൂടെ നമുക്കൊരു ചെറിയൊരു ഇത് കൂടി കൊണ്ടുവരാം. കവിതയോടൊന്ന് എല്ലാവരും ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയുള്ളത്. കവിത എന്താ പറയുക, ഒരു പെഡഗോഗ് എന്ന രീതിയിൽ ആർട്ട് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കലാകാരിയും കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ റിസർച്ച് വർക്കുകളും എല്ലാം തന്നെ പല വേരിയേഷൻസും അതിൻ്റെ ഒരു ഘടനയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെഡഗോഗ് എന്ന രീതിയിൽ ആർട്ടിസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ന്യൂ ടെൻഡൻസികളെ എങ്ങനെയാണ് നിങ്ങൾ വെൽക്കം ചെയ്യുന്നത്? അത് കുട്ടികളിൽ എത്രമാത്രം ഓക്കെ അല്ല, അത്തരത്തിലുള്ള ഒരു പുതിയ പ്രവണതകളെ കലാവിദ്യാഭ്യാസത്തിലും അതിലൂടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാനും, അല്ലെങ്കിൽ അത് കലയുടെ പ്രാക്ടീസസിൽ നിന്ന് മാറി എല്ലാവരും അവരവരുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരേണ്ടത് ഇന്ത്യൻ കലയിൽ ഇത്തരത്തിലുള്ള ഒരു പാരഡിയം ഷിഫ്റ്റ് നടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? അത് എങ്ങനെയാണ് ആഗോള കലയിലെ ഡിഫറെൻറ്റ് ടെൻഡൻസികളെ
ഒരു പ്രത്യേകിച്ചൊരു റീജിയണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊന്ന്, അതിൽ കാണികളുടെ സ്ഥാനം എന്താണെന്നുള്ളത് കൂടി. താങ്ക് യു. കുറച്ച് സമയമുള്ളൂ എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ആസ് എ പെഡഗോഗിലെ ചോദ്യം, ഞാൻ പഠിച്ച ആർട്ട് ഹിസ്റ്ററി പഠിച്ചിറങ്ങുമ്പോൾ 1998 അത് കഴിഞ്ഞ് ഇവിടെ പഠിപ്പിക്കാൻ പല കോളേജുകളിൽ വരുമ്പോൾ ഇതൊരു തിയറി വിഷയം ആയിരുന്നു. വിദ്യാർത്ഥികളൊക്കെ പ്രാക്ടീസിൻ്റെ ആൾക്കാരായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തിയറി വിഷയം ഒരു വാക്ക് വിഷയമായിരുന്നു. ഈ വാക്കും അല്ലെങ്കിൽ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ഡിവൈഡ് ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കോളേജുകളിലെല്ലാം ഉണ്ടായിരുന്നു. അതിനൊരു ഉത്തരം തിയറി പ്രാക്ടീസ് ഡിവൈഡിനെ മുറിച്ചിട്ട് ജീവിതത്തിലേക്ക് ഇടപെടുന്ന കല കൊണ്ട് എങ്ങനെ നമുക്ക് ചരിത്രം നിർമ്മിക്കാം, അല്ലാതെ കലയെക്കുറിച്ചുള്ള ചരിത്രത്തിനേക്കാൾ കല തന്നെ ചരിത്രമാണ് എന്നുള്ള ബോധം എങ്ങനെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കാം. കലാചരിത്രം എന്ന് പറയുന്നത് എഴുതുന്ന വിഷയമായിട്ട് നമ്മൾ പ്രാക്ടീസിൽ ആവുമ്പോഴും അതൊരു ക്രാഫ്റ്റ് മാത്രമാണ് എഴുത്ത്. പക്ഷേ എഴുത്തിൻ്റെ പിന്നിലുള്ളത് ചിന്തയാണ്. കല ചെയ്യുന്ന ആളുടെ ജോലിയുടെ പിന്നിലുള്ളതും ചിന്തയാണ്. ഇത് നമ്മൾ രണ്ടും ഒന്നാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ് ഞാൻ ആദ്യം ഒരു കൂട്ടം വർഷങ്ങൾ എടുത്തത്. 2, ഇതിനെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ അതും പ്രാക്ടീസ് തിയറി ഡിവൈഡ് ഇല്ലാതാക്കുന്ന ഒന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് മറ്റൊന്നു കൂടി ഉണ്ടായിരുന്നു. ചരിത്രം പലപ്പോഴും നമുക്ക് ഗിവൺ ആണ്. ഗിവൺ ചരിത്രത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കതിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നമുക്കതിലൊരു പങ്കില്ല. നമുക്ക് പങ്കുള്ളൊരു ചരിത്രം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈമറി റിസോഴ്സ് എന്ന് തന്നെ ചരിത്രം ഉണ്ടാക്കണം. നമ്മുടെ പ്രൈമറി റിസോഴ്സ് എന്ന് വെച്ചാൽ പലപ്പോഴും ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ അവരുടെ എൻ്റെ നാട്ടിൽ കലയില്ല ടീച്ചറെ, ഞങ്ങളുടെ നാട്ടിൽ ഒരു ആർട്ടിസ്റ്റ്, നിങ്ങളൊക്കെ പറയുന്ന മഹാനായ ആർട്ടിസ്റ്റ് ഒന്നുമില്ല, ഇത് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഈ മനുഷ്യരോട് ചോദിച്ച് ചെല്ലുമ്പോൾ എൻ്റെ നാട്ടിലൊന്നും വലിയ അംബിഷനൊന്നുമില്ല ടീച്ചറെ, എൻ്റെ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞവരിൽ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചോദിച്ച് വരുമ്പോൾ തവളപിടുത്ത് ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നൊരു വാക്ക് കിട്ടും. അവിടെ നിന്ന് ഇപ്പം നമ്മൾ നേരത്തെ മുരളി സൂചിപ്പിച്ച ഈ ജൈവബോധത്തിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ബോധത്തിൻ്റെ വലിയ തലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത് പുതിയ കലയുടെ ഭാഗമായ അന്വേഷണത്തിൽ ഉള്ളതാണ്. ഇത് പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് കലാലോക സ്ഥാപനങ്ങളുടെ അകത്ത് ഗംഭീര സ്ഥാപിതമായ പ്രൊട്ടക്ഷൻ വലയത്തിൻ്റെ ഉള്ളിൽ അന്യവൽക്കരിക്കപ്പെട്ട ദേശത്ത് സ്പേസിൽ സ്പോട്ട്ലൈറ്റിന് അടിയിൽ കാണുന്ന ഒരു വീഡിയോ ഇവർക്ക് ഇവരുടേതാണെന്ന് തോന്നണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കണം. പ്രൈമറി സോഴ്സിൽ നിന്ന് ഞങ്ങൾ എന്തുകൊണ്ടാണ് തവളയെ നോക്കിയിരിക്കുന്നത്, പിടിക്കുന്നില്ലല്ലോ, പിടിക്കാനുള്ള ടോർച്ചടിച്ച് പോകുന്ന കാഴ്ചയെ ഞാൻ വരയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വല്ലപ്പോഴും പിടിച്ചെങ്കിൽ തന്നെ അത് ക്രൈമാണല്ലോ, സാമൂഹികമായിട്ട് വിലക്കപ്പെട്ട കാര്യമാണല്ലോ ഞങ്ങളുടെ വിശ്രമാവസ്ഥകളിൽ ചെയ്യുന്നത്. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ കോളനൈസേഷൻ്റെ ഒരു വലിയ ലോങ് ഹിസ്റ്ററിയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ധാരാളം ക്രാഫ്റ്റുകളാണ്. ക്രാഫ്റ്റ് മാത്രമല്ല, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന നമ്മുടെ പ്രൗഢികളാണ്, അഭിമാനങ്ങളാണ്. ഇത് ഇന്ന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നത്തിൽ എനിക്കൊരു ചോദ്യമുള്ളത്, അതിപ്പോൾ ആ സന്ദർഭത്തിലല്ലാത്തതുകൊണ്ട് നേരെ ഒഴുകി വരാത്തതുകൊണ്ട് ഞാൻ വായിക്കാം. നമ്മുടെ വംശപ്രകൃതവുമായി ജൈവികമായി താദാത്മ്യപ്പെടാൻ ശേഷി കുറയുന്നവരുടെ നിർമ്മിതിയായി കല, സമകാലിക കല, സ്ഥാപിത കല മാറുന്നുണ്ടോ എന്നൊരു ചോദ്യം എനിക്ക് എപ്പോഴും ഉള്ളതാണ്. അതിൻ്റെ വേറൊരു പ്രശ്നം, മനുഷ്യവംശ അനുഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് അധ്വാനം മഹത്തരമാണെന്നും അത് ജീവിതത്തെ സജീവമാക്കുന്നുവെന്നും ഏറ്റവും ലളിതമായി കാണിച്ച മനുഷ്യരൊക്കെ വംശനാശം വന്നുപോയി. നമ്മുടെ പ്രിയപ്പെട്ട അനവധി ട്രഡീഷണൽ ക്രാഫ്റ്റ്സ്മെൻ പലരും വംശനാശം വന്നു. ഇനി വംശനാശം അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്മെൻ ആണെങ്കിലും നമ്മുടെ ട്രഡീഷണൽ പെർഫോമൻസ് പ്രാക്ടീസസിന് വേണ്ടി വസ്തുക്കൾ നെയ്യുന്നവർ, തുന്നുന്നവർ, കുടം ഉണ്ടാക്കുന്നവർ, ചെണ്ട മെനയുന്നവർ, ഈ മനുഷ്യർക്കൊക്കെ ഇവരുടെയൊക്കെ പ്രസക്തി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ മതാചാരങ്ങളുടെയും രാഷ്ട്രീയ ആചാരങ്ങളുടെയും ഒക്കെ ഉള്ളിൽ പോയി തപ്പിയിട്ട് വലിച്ചെടുക്കേണ്ടി വരും.
ഈ പ്രോസസ്സാണ്, ഈ ഒരു വലിച്ചെടുക്കൽ നമ്മൾ നടത്തി സാംസ്കാരിക പ്രവർത്തനമാണ് കല എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നമ്മുടെ സമകാലിക കലയുടെ സ്വഭാവം മാറി. അല്പം കൂടി പറഞ്ഞാൽ നിർത്താം. 98 പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കലാരംഗം സമകാലികമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന് മുൻപേ ഉണ്ടായിരുന്ന ഉദാരവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പുതിയ ആലോചനകൾ അല്ലെങ്കിൽ പുതിയ സന്ദർഭങ്ങളും പുതിയ രീതിയിലുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായി. സമ്പത്ത് കലയിലേക്കും വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സമകാലിക മൂല്യങ്ങൾ മാറി. നമ്മൾ കല ചരക്കാകുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ കല ചരക്കാകുന്നു എന്ന് പ്രതിരോധങ്ങളില്ലാതെ പറയാൻ പഠിച്ചു തുടങ്ങി, ചർച്ച ചെയ്യാൻ പഠിച്ചു തുടങ്ങി. ഇതല്ലായിരുന്നു 10-12 കൊല്ലം മുമ്പ് റാഡിക്കൽസ് ഇവിടെ ഉണ്ടാക്കിയ വലിയ എന്താ പറയുക ഐഡിയോളജിക്കൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ കമ്പോളവൽക്കരണത്തിനെതിരെ എന്നായിരുന്നു. ഇതിന് ഒരു 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും, ഇപ്പോൾ മധു നേരത്തെ പറഞ്ഞ സന്ദർഭം എന്ന് പറയുന്നത് ഒരു പുതിയ വിഷയം അല്ലെങ്കിൽ വീഡിയോ ആർട്ടിൻ്റെ തലങ്ങൾ അദ്ദേഹം കണ്ടെന്ന് പറയുന്നത്, ഇത് പല രീതിയിലും ഇൻസ്റ്റലേഷനൊക്കെ എത്രയോ കമോഡിഫിക്കേഷനെതിരായി പ്രവർത്തിച്ച കലാഭാഷയുടെ ഒണ്ടോളജി ഉള്ളതാണ് ഇൻസ്റ്റലേഷൻ. ഈ ഇൻസ്റ്റലേഷൻ്റെ ഭാഗമായി പിന്നീട് വികസിച്ചു വന്ന അതിൻ്റെ ഒരു ചരിത്രപരമായ തുടർച്ച ഒന്നുമില്ലാതെയാണ് നമ്മുടെ ഇവിടെ വലിയ കെട്ടിക്കാഴ്ചകൾ നമ്മൾ സ്ഥാപിതമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമകാലിക കല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള കുറേയധികം സ്ഥാപിത പ്രക്രിയകളുടെ എന്താ പറയുക അവരുടെ ബയോഗ്രഫിയാണ്. ഈ ബയോഗ്രഫിയിൽ ഇപ്പോൾ ഒരു ക്യൂറേറ്റഡ് ഷോയുടെ ബയോഗ്രഫിയിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മെനി പീപ്പിൾ ഇൻ ദ ലിസ്റ്റ്. കല എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാഴ്ചയ്ക്കുള്ളിലെ ഒരു കുഞ്ഞു അനുഭവം, മൈക്രോ എക്സ്പീരിയൻസുകളാണ്. ഈ മൈക്രോ എക്സ്പീരിയൻസുകളെ കാണാൻ വരുന്ന കാണിയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. കാരണം ആ കാണിയെ ചരിത്രജ്ഞാനമില്ലാതെ ഒരു കാണിക്ക് സമകാലിക കല കാണാൻ പറ്റില്ല. കാരണം കലാസൃഷ്ടി എന്ന് പറയുന്ന രഹസ്യാത്മക നിഗൂഢ സംഭവത്തിൽ നിന്ന് കലാപ്രക്രിയ, കലാകൃതി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. കലാകൃതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തെ വളരെ വ്യക്തമായി വെയർ ഔട്ട് ചെയ്യാണ്. ഒരു കലാകൃതി അതിനുള്ളിൽ തന്നെ ചരിത്രത്തെ തുറന്ന് കാണിക്കുകയാണ്. ഈ കാണുന്ന ചരിത്രത്തെ സ്വീകരിക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ വിപുലമായ ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ മൊത്തം വളരെ ശക്തമായൊരു വൈജ്ഞാനിക പരിസരം വേണം. ഈ വൈജ്ഞാനിക പരിസരത്തിന് പകരം നമ്മൾ ചെറിയ ക്യൂറട്ടോറിയൽ നോട്ട് എഴുതി വെച്ചാൽ അത് ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നില്ല. ഈ ഒരു ഇടനിലയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു റോളായിട്ട് കാണുന്നത്. എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മധു ചെയ്ത പണിയും എനിക്കറിയാം. ബയോസ്കോപ്പ് കാലം മുതലേ വൻ ആർക്കൈവാണ് മധു ഉണ്ടാക്കുന്നത്. എന്തിൻ്റെ ആർക്കൈവ്? ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന രംഗപടം എഴുത്തിൻ്റെ, ഇവിടെ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ടൂളുകൾ. ഇപ്പോൾ നമ്മൾ ആധുനികർ, ഇപ്പോൾ സിനിമ അതിപ്പോൾ ഇന്നലെ ഉണ്ടായതല്ലല്ലോ, ഒരു നൂറ്റാണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ സിനിമ കാണിക്കൽ വ്യവഹാരം എങ്ങനെയായിരുന്നു, സിനിമ മേക്കിംഗ് മാത്രമല്ല അത് കാണിക്കലിൻ്റെ വ്യവഹാരം എങ്ങനെയായിരുന്നു, അതിൻ്റെ എത്രയോ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ടാണ് ഒരു ബയോസ്കോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറയുന്നത് അയാളുടെ ജീവിത പദ്ധതികളുടെ ഒരു വലിയ, അത് അയാളുടെ ബയോഗ്രഫി അല്ല, അത് അയാൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും വൻ ഫെയറിൻ്റെ ബയോഗ്രഫി നോക്കി നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ചരിത്രം വേണം. അപ്പോൾ കലാകാണിയിലൂടെ, എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കലാകാണിയിലൂടെ മാത്രമേ കല ജൈവാവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ അനുഭവിക്കാവുന്ന ഒരു കാര്യമായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ആർത്തർ ഡാൻഡോ ഒക്കെ പറയും പോലെ ഡീമെറ്റീരിയലൈസിങ് ആർട്ട് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഇതെന്തോ സംഭവമാണെന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ഇതെന്തോ സംഭവമാണെന്ന് എത്ര കാലം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റും? ബോറടിക്കില്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതാണ്. മറ്റൊരു പോയിൻ്റ് കൂടി ഉള്ളത്, അത് ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ചുരുക്കി പറയാം. കലാചരിത്രം നോക്കുമ്പോൾ മനുഷ്യൻ നിർമ്മിച്ച പ്രകൃതി സങ്കല്പവും മനുഷ്യൻ്റെ പണിയായുധങ്ങളും ചേർന്നിട്ടാണ് കലയുണ്ടായത്. ഇതിലെല്ലാം മനുഷ്യൻ്റെ ആത്മപ്രശംസയാണ്. ഈ മനുഷ്യൻ്റെ ആത്മപ്രശംസയുടെ കൂടെ ഒന്നും കൂടി കടുപ്പത്തിൽ വ്യാവസായികവൽക്കരണ കാലത്ത് യന്ത്രങ്ങളും യാന്ത്രികതയും ഉണ്ടായി. അങ്ങനെ ഇപ്പം എന്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്? നമ്മൾ കോവിഡാനന്തരം എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സൈബർ ആക്ടിവിസ്റ്റുകളെ, കലയ്ക്കകത്തുള്ള സൈബർ ആക്ടിവിസ്റ്റുകളെ നോക്കിയാൽ, സൈബോർഗുകളെ നോക്കിയാൽ ഒക്കെ ഒരു കാര്യം മനസ്സിലാവും. ഇത്രയും കാലത്തെ സ്വയം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന കലാചരിത്രത്തിലെ നടുവിൽ വിട്രൂവിയൻ മാൻ ബേസ്ഡ് ആയിട്ടുള്ള നവോത്ഥാന
കലയിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അകന്നു നിന്ന് പ്രകൃതിയെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്നവൻ്റെ മാസ്റ്റർ പീസുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുമായിട്ട് അകലം പാലിച്ചുകൊണ്ട് പ്രകൃതിയെ ചിത്രീകരിച്ചെടുക്കുകയും അതിനെക്കുറിച്ച് അകത്തി നിർത്തി ഒബ്ജക്റ്റിഫൈ ചെയ്ത് പഠിക്കുകയും ചെയ്യലാണ് സയൻസ് എന്നാണ് നമ്മൾ കരുതിയത്. ഇതുപോലെ ഇങ്ങനെ അകന്നു നിൽക്കുന്ന പ്രകൃതിയോടുള്ള വൈരുദ്ധ്യാത്മക ബന്ധം അല്ല നമ്മൾ ഡിജിറ്റൽ കാലത്ത് യന്ത്രങ്ങളോട് കാണിക്കുന്നത്. ഈ യന്ത്രങ്ങളെ നമ്മൾ നമ്മുടെ തലയുടെ പിന്നിൽ കൊണ്ട് ഫിക്സ് ചെയ്യുന്നു, നമ്മുടെ കൈയുടെ ഉള്ളിൽ കൊണ്ട് വെക്കുന്നു. കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമുക്കൊക്കെ കയ്യിലൊരു കുഞ്ഞ് സർജറി എല്ലാവരും ചെയ്യും, വേദന എടുക്കില്ലാത്ത സർജറി. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇങ്ങനെ കാണിച്ചാൽ എൻ്റെ മൊത്തം രാമായണം സിസ്റ്റത്തിൽ വരും. ഇതല്ലേ വരാൻ പോണത്. ഇങ്ങനെ പോകുന്ന ഇതിപ്പോൾ സത്യത്തിൽ ആരാ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ യന്ത്രലോകവുമായി താൻ തന്നെ നിർമ്മിച്ച യന്ത്രലോകവുമായി വളരെ സഹജീവി ഭാവമാണ് മനുഷ്യനുള്ളത്. പ്രകൃതിയുമായിട്ട് അങ്ങനെയല്ല. എന്നാൽ മനുഷ്യൻ സ്വയമേവ പ്രകൃതിയാണെന്നുള്ളത് മനുഷ്യൻ ഏറ്റവും ഈസി ആയിട്ട് മറന്നു കളയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയും മനുഷ്യലോകവും യന്ത്രലോകവും തമ്മിലുള്ള ഈ ബന്ധത്തിൽ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യാത്മകതയെ വിട്ടിട്ട് നമുക്ക് എങ്ങനെ ഈ അകംപുറം ഇല്ലാതെ, അകന്നു നിൽപ്പില്ലാതെ, ഉൾച്ചേർന്ന് ഉള്ളിലേക്കും പുറത്തേക്കും അല്ലാതെ ഇത് രണ്ടും ചേർക്കാൻ എന്താ മാർഗം? ഇതാണ് ഡോണ ഹരവേ സൈബോർഗ് മാനിഫെസ്റ്റോയിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. ദാറ്റ് വാസ് പാർട്ട് ഓഫ് സോഷ്യലിസ്റ്റ് ഫെമിനിസം. അത് പിന്നീട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ എല്ലാ ഡിജിറ്റൽ യന്ത്രലോകവുമായുള്ള സഹജീവനവും അതിശക്തമായി ഉപയോഗിക്കുന്നത് ഭരണകൂടങ്ങളാണ്, അതിശക്തമായി ഉപയോഗിക്കുന്നത് വിപണിയാണ്. ഇവിടെ നമ്മളെങ്ങനെ അത് ഉപയോഗിക്കും? വാട്ട് ഈസ് ദ ഡിഫറൻസ് വെൻ ആൻ ആർട്ടിസ്റ്റ് യൂസസ് ഓൾ ദീസ്? ഇതാണ് എൻ്റെ ധർമ്മസങ്കടം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത്. എന്നാൽ എൻ്റെ പർപ്പസ് ഇൻ taking art history is as a expansion to equip art viewers അല്ലെങ്കിൽ കാണികൾ. ഈ കാണി എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന് അപ്പുറത്തല്ല, ഇദ്ദേഹം ആർട്ടിസ്റ്റും നിങ്ങൾ കാണിയല്ല കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും കലാകാണിയുണ്ട് എന്ന് പറയും പോലെയാണ്. അതായത് കലാകാണിയെ ഉള്ളിലില്ലാത്ത ഒരു ആർട്ടിസ്റ്റിന് സ്വന്തം ഹാലോഡ് ആർട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. ഇതാണ് പുതിയ കലയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കവിത പരാമർശിച്ചതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർഗാനിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എവല്യൂഷനിസ്റ്റിക് ആയിട്ടുള്ള തലത്തിൽ നമുക്കൊരു മോഡേൺ ട്രെൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോഡേൺ സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ശാന്തിനികേതൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും KGS നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വിനോദ് വേരിയെ എടുക്കുക, അല്ലാന്ന് വെച്ചാൽ നന്ദലാലിനെ എടുക്കുക. അവർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ വളരെ വേരിയസ് ആണ്, വളരെ വൈഡാണ്. KGSൻ്റെ ഒരു കാര്യം ഇപ്പോൾ ക്രാഫ്റ്റിനെ കുറിച്ചും എല്ലാം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഞാൻ പറയുന്നു. അതായത് KGS വളരെ 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 എർത്ത്ലി ആയിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്തായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുകയും അത് സ്വന്തം കലയിൽ പ്രതിഫലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷണലി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലിറ്ററലി പറയാനുള്ള ഒരു കാര്യമാണ്. അത് പല തലത്തിൽ ആ പ്രാക്ടീസസിനെ കാണികളിലോട്ട് എത്തിക്കും, സ്റ്റുഡൻസിലോട്ട് എത്തിച്ചിട്ടുള്ള ഒരു കലാകാരനും കൂടിയാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ മോഡേണിസത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അതിനെ കാണാതെ പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് തിരിച്ചു വരാം, കണക്ട് ചെയ്ത് പറയാം. അടുത്ത എൻ്റെ ചോദ്യം റിയാസിനോടാണ്. റിയാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇന്ന് പല മീഡിയത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. പല വർക്കുകളും തന്നെ പല രീതിയിലും ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡോട് കൂടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ബിയനാലയുടെ തുടക്കം തൊട്ട് അതിൻ്റെ സംഘാടനത്തിലും അതുപോലെ തന്നെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ളതിലും ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതും ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിലും ഒക്കെ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും ഒരു പ്രോഗ്രാം തലത്തിൽ വളരെ കൃത്യമായിട്ട് അത് നിർവഹിക്കുകയും ചെയ്തൊരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ തലത്തിൽ ബിയനാലെ പോലുള്ളൊരു സംഭവം കൊണ്ടുവരുമ്പോണ്ടായിരുന്ന ചാലഞ്ചസ്, അവിടെ ഈ പുതിയ കലാപ്രവണതകളെ അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആലോചിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏത് രീതിയിലാണ് അത് കൺസീവ് ചെയ്തതും ഏത് രീതിയിലാണ് അതിനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്തതും ഒന്നുകൂടി പറഞ്ഞു തന്നെ.
താങ്ക് യു മുരളി. ഞാനതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് ഒരു 10-12 വർഷമായിട്ട് കേരളത്തിൽ ഒരു 92 ബോംബെക്ക് പോയതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു 10 വർഷം വളരെ ഇൻ്റർമീഡിയൻ്റായിട്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവും ഞാൻ മനസ്സിലാക്കിയ ഒരു സങ്കടവും പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കാരണം നമ്മൾ ഒരു കേരളം പോലുള്ള വളരെ ശക്തമായിട്ടുള്ള കൾച്ചറൽ ഡിസ്കോഴ്സുകൾ നടക്കുന്ന, കലയെ മനസ്സിലാക്കുന്ന വേറൊരു രീതിയിൽ പല കലാസമ്പ്രദായങ്ങളുടെയും ഹിസ്റ്ററിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം 12 വർഷമായിട്ട് അനുഭവിച്ച ഒരു വളരെ ഡൈവേഴ്സായിട്ടുള്ള ആർട്ട് എക്സ്പ്രഷനുകളുടെ ഒരു പരിചയം, അല്ലെങ്കിൽ ഞാനിത് പറയുന്നതിൻ്റെ പ്രധാന കാരണം മുരളിയുടെ ഒരു ബ്രീഫിൽ ന്യൂ മീഡിയ ആർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളിത്രയും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് രീതിയിലുള്ള കൾച്ചറൽ ഡിസ്കോഴ്സാണ് ഈ വിഷ്വൽ ആർട്ടിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന വളരെ വിപുലമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാസമ്പ്രദായങ്ങളിലൂടെ നമ്മൾക്ക് ചർച്ചയിലേക്ക് ഇടപെടാൻ പറ്റുന്ന വളരെ വിപുലമായ സാധ്യതകളുണ്ടായിട്ടും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഹോസ്റ്റ് ചെയ്ത ഒരു സൊസൈറ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ഇതിനെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എന്നെ പല രീതികളിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. കാരണം എനിക്കിതിന് ഇതുവരെ ഒരു ആൻസർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ശക്തമായ ലിറ്റററി കമ്മ്യൂണിറ്റിയുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ എല്ലാ ഗുണങ്ങളും, എല്ലാ ഡൈവേഴ്സ് ക്വാളിറ്റികളും എൻജോയ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് കേരളം. പക്ഷേ വിഷ്വൽ ആർട്ടിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ കുറച്ചാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്നുള്ള ചർച്ചയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പിന്നെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പല എക്സിസ്റ്റിംഗ് ആർട്ട് ഫോമുകളും കേരളത്തിലുള്ള ലിറ്റററി ട്രഡീഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒരു സൈക്ലിക്കൽ കോണ്ടെക്സ്റ്റിനെ, വളരെ ചാക്രികമായിട്ടുള്ള ഒരു സമ്പ്രദായത്തെ റിച്വലിസ്റ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്വഭാവം നിലനിർത്തുന്നുണ്ട്. പക്ഷേ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവർക്ക് എളുപ്പത്തിൽ സംവേദനം സാധ്യമാകുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഉണ്ടായിരിക്കുകയും അതിൽ സൈദ്ധാന്തികമായിട്ടുള്ള ഇടപെടലുകളുടെ ശക്തി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ബാലൻസിൻ്റെ ഒരു സാധ്യത, പ്രത്യേകിച്ച് ഒരു നാഷണൽ കോണ്ടെക്സ്റ്റിൽ കേരളം ഒരു സൈറ്റ് ഓഫ് ഡിസെൻറ്റ് എന്ന രീതിയിൽ നിൽക്കുകയും അതിലേക്ക് പുതിയ ഊർജമുള്ള അനുഭവങ്ങളും എഴുത്തുകളും ട്രാൻസ്ലേഷനുകളും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിപ്പെടുകയും ആ സമൂഹത്തിൽ എപ്പോഴും ചലനമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ എഴുത്ത് ഇവിടെ വളരെ സുപ്രീമായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി ആ ചർച്ചയിൽ നിന്നും ഇങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഇത് 2012 ബിനാലയുടെ തുടക്കത്തിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് അന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ നല്ല കുറേ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലൊരു 3 ദിശകളിൽ നിന്നുള്ള ഒരുമിച്ചുള്ളൊരു വരവുണ്ടായിരുന്നു. അതിൽ മറ്റ് സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു. ഞാനിതിൻ്റെ ബിനാലയുടെ മുൻപുള്ള ഹിസ്റ്ററികളിലേക്കോ ട്രിനാലയുടെ ഹിസ്റ്ററിയിലേക്കോ നെഹ്റുവിയൻ കോസ്മോപൊളിറ്റനിസത്തിലേക്കോ മറ്റുള്ള സമ്പ്രദായങ്ങളിലേക്കൊന്നും പോകുന്നത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിലെ ബിനാലയുടെ കോണ്ടെക്സ്റ്റിൻ്റെ ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് അതിലൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വിൽ,
ഒരു ബ്യൂറോക്രാറ്റിക് വിസ്ഡം, അതോടൊപ്പം തന്നെ അതിനെ ആ രണ്ട് ശക്തമായ സമ്പ്രദായങ്ങളും ഒരു കലാകാരൻ്റെ ഭ്രാന്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം മറ്റു പല മേഖലകളിലും മറ്റു പല പ്രദേശങ്ങളിലും ഇത്തരം സമ്പ്രദായങ്ങൾ നടത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ട ഒരു കഥകൾ മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ കേരളത്തിൽ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് വളരെ ഒരു ആർട്ടിസ്റ്റിക് മാഡ്നസ്സിനോട് കൂടെ വളരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റിച്വലിസ്റ്റിക് ട്രഡീഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സൈക്ലിക്കലായ ഒരു പ്രോസസ്സ് അല്ലാതെ വളരെ വ്യക്തമായ പ്രോഗ്രാമിംഗ് സ്ട്രാറ്റജിയിലൂടെ ഒരു കൊച്ചിയിൽ പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു പൊളിറ്റിക്കൽ ഒരു ഏക ദിശയിലേക്കുള്ളൊരു പൊളിറ്റിക്കൽ ഡയറക്ഷനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന വളരെ മൾട്ടി കൾച്ചറൽ ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് ഓഫ് ഡിസെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൊച്ചി പോലുള്ള ഒരു 30-35ഓളം കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ജീവിക്കുന്ന 3 കിലോമീറ്റർ സ്ക്വയറിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയുടെ മൈക്രോ കോസം എന്നുള്ളൊരു സ്ഥലത്ത് ഇത്തരം ഒരു ഗ്ലോബൽ എക്സസൈസ് ആ പ്രദേശത്തിൻ്റെ ഒരു കൾച്ചറും ട്രഡീഷനും സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പ്രദേശത്തിന് വ്യത്യസ്തമായ ലോകങ്ങളുമായിട്ടുണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങൾ, കച്ചവട ബന്ധങ്ങൾ, പല അതിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കൊച്ചിയുടെ തീരത്തിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കഥകൾക്ക് കണക്കില്ലാത്തതാണ്. അപ്പോൾ ഇത് ഇൻവോക്ക് ചെയ്യുന്ന ആ ഒരു കോസ്മോപൊളിറ്റൻ ലെഗസി ഇൻവോക്ക് ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററികൾ ഇൻവോക്ക് ചെയ്യുന്ന അത്തരം ഒരു പ്രൊജക്റ്റായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇതിന് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്. പക്ഷേ അത് ചെയ്തത് വെറും ഒരു ഡിസ്കോഴ്സിലൂടെയോ മറ്റുള്ള സമ്പ്രദായങ്ങളിലൂടെയല്ല. അത് കൃത്യമായിട്ട് കലയിൽ നിലനിന്നിരുന്ന പല സമ്പ്രദായങ്ങളെയും പല പേഴ്സെപ്ഷനുകളെയും പല വ്യവസ്ഥാപിതമായിട്ടുണ്ടായിരുന്ന അച്ചടക്കങ്ങളെയും എല്ലാത്തിനെയും തകർത്തുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സബ് കോണ്ടിനെൻ്റൽ ഡിസ്കോഴ്സിലേക്ക് കടക്കാൻ കേരളത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബിനാലയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിപ്പിൾ എഫക്ട്സ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ കണ്ട പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ സമ്പ്രദായങ്ങൾ, സബ് കോണ്ടിനെൻ്റൽ കോണ്ടെക്സ്റ്റുകളിൽ നടക്കുന്ന ഡിസ്കോഴ്സുകൾ, കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരുടെ എണ്ണം, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മറ്റ് പ്രൊജക്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് എതിരെ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കേരള സ്റ്റോറിയാണ് ബിനാലെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 20 വർഷത്തിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും കൂടെ, പ്രത്യേകിച്ച് കൾച്ചറൽ കമ്മ്യൂണിറ്റി, ഒരു ആർട്ടിസ്റ്റിക് കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടു കൂടി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പദ്ധതി. ഞാൻ വളരെ സമയക്കുറവ് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ലിറ്ററേച്ചറുമായിട്ട് ജക്സ്റ്റപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിന് വളരെ വിപുലമായിട്ടുള്ള വേറെ ഡിസ്കോഴ്സീവ് പോസിബിലിറ്റികളുണ്ട്, തിയററ്റിക്കൽ ഡിസ്കോഴ്സ് പോസിബിലിറ്റികളുണ്ട്. എന്താണ് ബിനാലെ ചെയ്ത ഇൻ്റർവെൻഷൻ എന്നുള്ള സാധ്യതകളുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള, ഞാനൊരു കുറച്ച് നാൾ മുമ്പ് അടുത്ത് മരണപ്പെട്ടു പോയ മിഥുൻ മോഹൻ എന്ന് പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നടക്കുന്ന വളരെ ഡീപ്പായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങൾ CA ബോയിലിംഗ് വെസൽ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇപ്പോൾ അടുത്ത കാലത്ത് പോയി കണ്ടിരുന്നു, മോഹനേട്ടനെ. അപ്പോൾ മോഹനേട്ടനുമായിട്ട് പോയി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോഹനേട്ടൻ മകനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ പറഞ്ഞു. അപ്പോൾ മിഥുൻ ചെറുപ്പത്തിൽ വളരെയധികം ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു വീട് വരച്ചാൽ അപ്പോൾ അതിൻ്റെ മുകളിൽ ആൻറ്റീന വരയ്ക്കും. ഒരാളെ വരച്ചാൽ ആളുടെ തലയിൽ നിന്ന് ആൻറ്റീന വരയ്ക്കും. ഒരു കാറ് വരച്ചാൽ കാറിൻ്റെ മുകളിൽ നിന്നും ആൻറ്റീന വരയ്ക്കും. അപ്പോൾ മോനേട്ടൻ ചോദിച്ചു, ഉണ്ണി നീ എന്തിനാണ് എല്ലാറ്റിനും നീ ആൻറ്റീന വരയ്ക്കുന്നത്? മിഥുൻ പറഞ്ഞ ഉത്തരം എല്ലാവരും കാണട്ടെ എന്നാണ്. അത് ചുമന്ന് നടന്ന ഒരു കലാകാരനും കൂടിയാണ് അവൻ. കാരണം അവനറിയാം ഞാനിത് ഈ ഒരു ന്യൂ മീഡിയ കോണ്ടെക്സ്റ്റിലേക്ക് ഇതിനെ ചവിട്ടി കയറ്റാൻ വേണ്ടി നോക്കുന്നതാണ്. ഒരു പേപ്പറിൽ വരച്ചിരുന്ന പയ്യൻ പിന്നീട് കേരള സർക്കാരിൻ്റെ ലോട്ടറി ഡിസൈൻ ചെയ്യുന്നുണ്ട്. വളരെ
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആനിമേഷൻ സിനിമകൾക്ക് ഭാഗമാകുന്നുണ്ട്. യുനോ ഒരു വ്യക്തിയെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യാനുള്ളൊരു ശക്തി അന്നത്തെ ആൻറ്റീന പൊന്തിക്കുന്നതിൽ കാണിച്ച ഒരു വ്യക്തിത്വമാണ്. അത് നമ്മളിപ്പോൾ ബിനാലയുടെ ഒരു ലോഗോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ആ ബിനാലയുടെ ലോഗോയ്ക്ക് ഒരു പോർട്ട് സിറ്റി ഹിസ്റ്ററിയുടെ ഒരു സിംബോളിസം ഉണ്ടായില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ദിശകളിലേക്ക് പോകാമെന്നും വ്യത്യസ്തമായ ദിശകളിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിച്ചേരാമെന്നുള്ള ഒരു മെസ്സേജ് അന്നത്തെ ആ സിംബോളിസത്തിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റററി ട്രഡീഷനിലൂടെയാണ് നിങ്ങൾ ഇതൊക്കെ സംസാരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സംവേദന സാധ്യത വളരെ എളുപ്പമാണ് കേരളം പോലൊരു സ്ഥലത്ത്. പക്ഷേ നിങ്ങൾ വിഷ്വലി ആയിട്ടുള്ള മെറ്റഫറുകളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജന്മം കൂടി നിങ്ങൾക്ക് പണിയെടുക്കേണ്ടി വരും. അതങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയാണ് നമ്മുടെ സംവേദനക്ഷമത ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലിറ്ററേച്ചറിനെ കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ പണ്ടെപ്പോഴോ ആനന്ദിൻ്റെ സമീക്ഷയിൽ വന്നിട്ടുള്ള ലെറ്റേഴ്സാണ് ഓർമ്മ വന്നത്. കാരണം ലിറ്ററേച്ചറും ഒരു സമയത്ത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ഇന്ത്യൻ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ. വളരെ വേദനാജനകമായിട്ട് എം ഗോവിന്ദൻ എഴുതിയിട്ടുള്ള പല കത്തുകളും മരണ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായിട്ട് സമീക്ഷയിൽ അന്ന് പബ്ലിഷ് ചെയ്തത് ഓർക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന നല്ല എഴുത്തുകാരൊക്കെ തന്നെ ലിറ്റിൽ മാഗസിൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് വളരെ സംഘടിതമായിട്ട് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ കേരള ചിത്രകലയിൽ നടക്കാത്ത ഒരു സംഭവം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾട്ടർനേറ്റീവായിട്ട് ഒന്നാമത് ഇവിടെ ഒരു ഗാലറി സിസ്റ്റം ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഗാലറി സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്ന ന്യൂ പ്രവണതകളെ പൊക്കിക്കൊണ്ടുവരേണ്ട മറ്റ് സ്റ്റേറ്റുകളിലുള്ള പല NGOസോ അല്ലെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സംഘടനകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു നാടും കൂടിയാണ്. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് പ്രത്യേകിച്ചും ഈ ബിയനാലെയുടെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ സംഘടനകളും അവർ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ആൾട്ടർനേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ കലാകാരന്മാരൊക്കെ ഉൾത്തിരിഞ്ഞു വരുന്നത്. അതിനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ബിയനാലെ പോലുള്ള വലിയൊരു ഇത്രയും വലിയൊരു എക്സിബിഷനിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോകത്തിലെ തന്നെ വളരെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള പല കലാപ്രവർത്തകരുടെയും വർക്കുകൾ എത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ സ്റ്റേറ്റിൻ്റെ ഒരു തലങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം സ്റ്റേറ്റിന് യാതൊരു രീതിയിലും അതിനെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പെനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുകയോ ചെയ്യാത്തതും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, അല്ലേ? എന്താണ് റിയാസിന് എന്താണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ അന്നത്തെ ഒരു നാഷണൽ ഗവൺമെൻറ്, അന്നത്തെ എന്ന് പറയുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു നാഷണൽ ഗവൺമെൻറ് എങ്ങനെയാണ് അതിനൊക്കെ സമീപിച്ചത്? അല്ലെങ്കിൽ അതിലേതെങ്കിലും രീതിയിലുള്ള സെൻസർഷിപ്പ് വന്നിരുന്നോ? ഈ പുതിയ പ്രവണതകൾ രാഷ്ട്രീയവും കൂടിയാണെന്നുള്ളത് കൊണ്ട് പലതും തടഞ്ഞു നിർത്തുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? അത്തരത്തിലുള്ള ഒരു ഉൾക്കഥ ഒന്ന് പറയാമോ എന്നുള്ളതാണ്. കാരണം സ്റ്റേറ്റിൻ്റെ ഒരു വിഷൻ വളരെ പ്രബലമായിട്ട് ബിയനാലെയിൽ കാണാം. കാരണം യാതൊരു വിധത്തിലുള്ള സെൻസർഷിപ്പും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള സ്റ്റേറ്റിൻ്റെ ഇതും കാണിക്കാതെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അത്. എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെൻറ് ഒരിക്കലും ബിനാലെയുടെ നടത്തിപ്പിൽ അതിൻ്റെ കൺസെപ്റ്റൽ ഫ്രെയിം വർക്കിൽ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഒരു 2000 ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള. പക്ഷേ ആദ്യത്തെ എഡിഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ന് പെരുമാൾ മുരുകൻ്റെ മാധൂര് ഭാഗം ബാൻ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത ഓർഗനൈസേഷൻ കൊച്ചി മുസിറിസ് ബിനാലെയാണ്. അന്ന് പിറ്റേ ദിവസം രാവിലെ 10:30 നമുക്കൊരു ഫോറമുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുള്ളൂ. കാരണം ഇമ്മീഡിയറ്റ് ആണ്, അത് വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാർണിംഗ് കിട്ടുന്നുണ്ട്. അത് തുടർന്നു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ കൂടുതൽ കേട്ടത്
വളരെയധികം ഈ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ് വരുന്ന ഫോറങ്ങളിൽ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർവൈലൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിന് മുൻപ് സാധാരണ മറ്റു പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ചൈനയിൽ ഞാനൊരു ബിനാലയുടെ ഭാഗമായിട്ടുണ്ട്. അന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നൊരു വലിയൊരു വർക്കാണ് ഞാൻ ചെയ്തത്. അതിൽ അവർ ആ ഇമേജിൽ ഒരു 500ഓളം ലോക കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർ ചൈനയിലെ വളരെ ചെറിയ കോണ്ടെക്സ്റ്റുകളിൽ ചൈനയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളുകളെ കണ്ടുപിടിച്ചിട്ട് അത് 5 എണ്ണം മാറ്റണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് ബോസ് ക്യൂറേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. അതിൽ IVV വർക്ക് പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരെണ്ണം ഉണ്ടായത് ജോന സ്റ്റാളിൻ്റെ ഫസ്റ്റ് എഡീഷനിൽ എന്താ പറയുക ഫ്ലാഗ് പ്രൊജക്റ്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളുടെ അവരുടെ മാൻഡേറ്റ് എന്താണെന്നുള്ളതും അവിടെ ബിനാലയുടെ അവസാനങ്ങളിൽ ഒരു കോൺഫറൻസ് നടക്കുമെന്നുള്ളൊരു ആഹ്വാനം അതിലുണ്ടായിരുന്നതുകൊണ്ട് അന്ന് ജർമ്മനിയിൽ ഈ പ്രൊജക്റ്റ് നടന്നപ്പോൾ അത് ഒരു എന്താ പറയുക ഒരു കോൺഫറൻസ് ഹാളിലായിരുന്നു. ഇത് പരസ്യമായിട്ട് വെച്ചപ്പോൾ അന്ന് 17-ാമത്തെയോ 18-ാമത്തെ ദിവസം ഒരു റൈറ്റ് വിങ് മാഗസിൻ, ഒരു പത്രത്തിൽ ബിനാലയിൽ എന്താണ് അതിൻ്റെ ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, തീവ്രവാദ സംഗമം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ വരുന്നത്. പെട്ടെന്ന് ഞങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടാവുകയും പിന്നെ അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരർത്ഥത്തിൽ. കാരണം പലപ്പോഴും വർക്കിൻ്റെ സ്വഭാവങ്ങൾ, ഇപ്പോൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ബിനാലയുടെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ ബിനാലെ, ഇപ്പോൾ മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെറ്റീരിയലിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോൾ റൗൾ സൂറിത്ത സീ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട് വർക്കിൽ. അലൻ കുർദിയുടെ അല്ലെങ്കിൽ സിറിയൻ ക്രൈസിസ്, അതേ എന്താ പറയുക ഫ്രോസൺ കടലിലേക്ക് ഈ കൊച്ചിയിൽ വരുന്ന ആളുകളെ ഇറക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നൊരു കോണ്ടക്സ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചിന്തിച്ചിരുന്നൊരു സമയമാണത്. കാരണം അന്ന് KCHRൽ നിന്ന് ലോൺ എടുത്തിരുന്ന പോട്ടറി ഷാർഡുകൾ, അത് അന്ന് വിവാൻ സുതരത്തിന് ന്യൂ മീഡിയ ആയിരുന്നു. ഒരു തിരിച്ചുപോക്കാണ്, വലിയൊരു ഹെറിറ്റേജിലേക്ക്, ഒരു ഹിസ്റ്ററിയിലേക്ക് തിരിച്ചുപോയിട്ട് പുതിയൊരു ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ചരിത്രം പറയുന്ന ഒരു വിവാൻ ഒരു തിരിച്ച് കൊച്ചിയിൽ വീണ്ടും ഒരു ലോഞ്ചിങ് നടത്തുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക പിരമിഡ് ചെയ്ത മറ്റേ ആലിസ് ടേഗറുടെ അവിടെ പോയട്രി ബിക്കംസ് എ ന്യൂ മീഡിയ, ഇങ്ങനത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബിനാലെ കൈകാര്യം ചെയ്തിരുന്ന പല പ്രൊജക്റ്റുകളും അങ്ങനെ എളുപ്പത്തിൽ കയറി ഇടപെടാൻ പറ്റുന്ന അങ്ങനെ ഒരു സാധ്യതയുള്ളതായിരുന്നു. കാരണം അതിന് വ്യത്യസ്തമായ രീതിയിൽ അതിനൊരു ഇൻ്റലക്ച്വൽ പെഡിഗ്രി അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അനിത ദുബൈയുടെ ബിനാലെ ആയാലും അതിനുശേഷം നടന്നിട്ടുള്ള ബിനാലെ ആയാലും അതിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ 2016 അതുപോലെ 18 അല്ലെങ്കിൽ ഒരു വർഷം നടക്കാതിരിക്കുന്നുണ്ട്. ഈ സബ്ജക്റ്റീവ്ലി അങ്ങനെ ഒരു ഇന്നത്തെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദു റൈറ്റ് വിങ്ങിനെ ക്രിട്ടിക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഓൾസോ ഹാപ്പൻഡ് ഇൻ സൈഡ്. ദർ വാസ് എ വെരി കൺട്രോൾഡ് ഓൾസോ വെരി ഫെമിനിസ്റ്റ് ഓറിയൻറ്റഡ് ഡിസ്കോഴ്സസ് ഇൻ 2018 2020 നടന്നില്ല. പക്ഷേ 2022 നടന്ന അതിലെ ഭാഷ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് സ്റ്റേറ്റിനെ ത്രട്ടൺ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വളരെ കുറവായിരുന്നു. ഇവിടെ താങ്ക് യു റിയാസ്. സമയക്കുറവ് കാരണമാണ്. ഒരു കാര്യം, ജയ്പൂർ ആർട്ട് ഫെസ്റ്റിവലിൽ ഇപ്പം ഞാൻ പെർഫോമൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് തലേദിവസം അവിടെ ഒരു സംഘടന കയറി ചിത്രങ്ങളെല്ലാം തന്നെ വലിച്ചു കീറി കത്തിക്കുകയും പുറത്തേക്ക് എറിയുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി. പിറ്റേ ദിവസം ഞങ്ങൾ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടി വന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അന്ന് അവിടെ എക്സിബിറ്റ് ചെയ്ത ഒരു വർക്കായിരുന്നു പ്രശ്നം. കാരണം അതൊരു വളരെ പുതിയൊരു ലാംഗ്വേജ് കൊണ്ടുവന്ന ഒരു വർക്കായിരുന്നു. ആ ലാംഗ്വേജിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു. ആ മെറ്റീരിയലിൻ്റെ ആ വർക്കിൻ്റെ മുകളിൽ ചില ദൈവങ്ങളുടെ പേരൊക്കെ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം ആ മൊത്തം എക്സിബിഷനെ അവർ വാൻഡലൈസ് ചെയ്യുകയുണ്ടായി.
ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ചില സമയത്ത് ഈ പുതിയ മാധ്യമങ്ങളെ കണ്ടെത്തുന്ന പ്രോസസ്സിൽ ആർട്ടിസ്റ്റുകൾ ഏറ്റുവാങ്ങുന്ന വളരെ വേദനാജനകമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു സവിശേഷത ഒരു തലത്തിൽ ഇതൊക്കെ തന്നെ വളരെ സുഗമമായിട്ട് നടക്കുന്ന തലങ്ങളും കൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. സുധീഷ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു സുധീഷിന് ഒരു ചെറിയ തൊണ്ടവേദനയുണ്ട്, അപ്പോൾ കുറച്ച് സമയം സുധീഷിൻ്റെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. എനിക്ക് സുധീഷിനോട് ചോദിക്കാനുള്ളത്, ഒരേ സമയം കലാകാരനും കലാനിരൂപകനും കവിയുമാണ് സുധീഷ്. അപ്പോൾ ഈ വിവിധ മാധ്യമങ്ങളെ ഏകോപിച്ച് ഏത് രീതിയിലാണ് ഇത്തരം പുതിയ ട്രെൻഡുകളെ തൻ്റെ എഴുത്തിലോട്ടും അതുപോലെ തന്നെ കലാപ്രവർത്തനത്തിലോട്ടും നിരൂപണത്തിലും കൊണ്ടുവരാൻ അതായത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ? താങ്ക് യു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ഒരു പാനൽ ചർച്ചയിൽ സത്യത്തിൽ തൊണ്ടരോഗിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ കലയെഴുത്തിനോ കലാ സംബന്ധമായിട്ടുള്ള ആലോചനകൾക്കോ പ്രത്യേകിച്ച് ചരിത്ര ബോധ്യത്തിനോ തൊണ്ടരോഗം വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നിയപ്പോൾ കവിതാ ബാലകൃഷ്ണൻ പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്തും അതുപോലെ ന്യൂ മീഡിയയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു 2 പോയിൻറ്റിനെ ആ ഒരു കൺവേർജൻസിലാണ് ശരിക്കും നമ്മുടെ ടൈറ്റിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്താണ് പുതിയ അന്വേഷണങ്ങൾ എന്നുള്ളത്. കാരണം ഒരു തരത്തിൽ ഒരു ചോദ്യം ഇതാണ്, ഡു വി റിയലി ടേക്ക് ഡിപ്പാർച്ചർ ഫ്രം മോഡേണിസ്റ്റ് പാരാമീറ്റേഴ്സ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ കല മാറുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനെ കൺസീവ് ചെയ്യുന്നത് ഇപ്പോഴൊരു ആധുനിക കലയുടെ നോട്ടക്കോണിലൂടെയാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് പുതിയ കലയും അളക്കാൻ പോകുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും. ഈ ഒരു പ്രശ്നം, ഒരു മെത്തഡോളജിക്കൽ പ്രോബ്ലം നമ്മുടെ അനുശീലനത്തിനകത്തുണ്ട് എന്നുള്ളത് മലയാള സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റ് കൊളോണിയൽ സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷനിലായാലും ആർട്ടിൻ്റെ സന്ദർഭത്തിലായാലും ഡീ കൊളോണിയൽ പ്രോജക്റ്റുകളാണ് പലയിടത്തും തുടങ്ങിയത്. വിദ്യാഭ്യാസത്തിനകത്ത് പോലും പുതിയ നമ്മൾ സിലബസൊക്കെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും നമുക്കറിയില്ല നമ്മൾ പരിശീലിച്ച് പോന്നിട്ടുള്ള ആർട്ട് പെഡഗോജിയുടെ പ്രശ്നം എന്താണെന്നും എങ്ങനെയൊക്കെ നമ്മൾ ഡീ കൊളോണിയൽ ആവണം എന്നുള്ളതും പറഞ്ഞു തരാനോ നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങൾ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ ഇത്തരം സന്ദർഭങ്ങൾ പോലും ഒരു തരത്തിലൊരു പബ്ലിക് പെഡഗോജി എന്നുള്ള നിലയ്ക്ക് കാണാവുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വളരെ ലിറ്റററി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ വിഷ്വൽ ആർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആർട്ട് പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അത് എന്തുകൊണ്ടോ ഒരു പ്രത്യേക പരിഗണനാ വിഷയം മാത്രമായിട്ട് മാറുകയാണ്. പിന്നെയും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ലിറ്റററി പബ്ലിക് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനനുബന്ധമായ കലയായിട്ട് മാത്രമാണ് കലയെ പരിഗണിക്കുന്നത്. ചിത്രകല എന്ന് പറയുന്നതിൽ കവർ ചിത്രീകരണം, ഇല്ലസ്ട്രേഷൻ, ഇതൊന്നും മോശമുള്ളതല്ല. പക്ഷേ ഇതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്കോഴ്സ് എന്നുള്ള നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്നതും വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരം വിടവുകൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഫിലിം IFFK പോലുള്ള ഫെസ്റ്റിവലുകൾ നടക്കുന്നതും വേറൊരു വിഷ്വൽ ആർട്ടിൻ്റെ കാണി ഇവിടെ ഉണ്ടായി വന്നതും. അപ്പോൾ ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വിഷ്വൽ ആർട്ട് എഡ്യൂക്കേഷൻ്റെ പ്രോബ്ലമാണെന്ന്. പകരം നമ്മൾ കൺസീവ് ചെയ്ത നമ്മുടെ ഒരു എന്താ പറയുക സാംസ്കാരിക ബോധ്യം രൂപപ്പെട്ടതിൻ്റെ പുറത്തും കൂടിയാണ്. അതിൽ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും കുറ്റക്കാരാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പബ്ലിക് പെഡഗോജി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളുണ്ടോ? നമ്മൾ ലിറ്ററേച്ചർ വായിക്കുന്നത് പോലെ കലയെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഗാലറികളെല്ലാം ഒരുപക്ഷെ വളരെ സജീവമായി വന്നു. പക്ഷേ ഗാലറിക്ക് പുറത്തുള്ള കലയെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമുണ്ടോ? അല്ലെങ്കിൽ എല്ലാത്തരം ഡിസെൻറ്റിനെയും വേറെ തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ സമയത്ത് എവിടെയാണ് നമുക്ക് ആർട്ടെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വളരെ ട്രൂ ആയിട്ടുള്ളൊരു ഡിസെൻറ്റ് എവിടെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്? ഇത്തരം ചോദ്യങ്ങളാണ് സത്യത്തിൽ പുതുമ എന്നുള്ള പേരിനുള്ള പുതുമയ്ക്കപ്പുറത്ത് പുതിയ കല ചെയ്യുന്ന ഒരാളുടെ മുമ്പിലുള്ള ചോദ്യം, അല്ലെങ്കിൽ കല ആസ്വദിക്കുന്ന ഒരാളുടെ മുമ്പിലുള്ള ചോദ്യം അതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടും ഞാൻ ചുരുക്കുന്നു. പിന്നെ എൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക, എനിക്ക് ഇവിടെ ബിലോങ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറില്ല. എവിടെ പോയാലും ഞാൻ അവിടെ ബിലോങ് ചെയ്യാത്തതായിട്ട് തോന്നുന്നു. അതെൻ്റെ
മാത്രം കുറ്റമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ പറഞ്ഞ ഇതേ സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ തന്നെ ഒരു കുഴപ്പമായിരിക്കാം ചിലപ്പം. പക്ഷേ സ്റ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു എഴുത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നതും ക്യൂറട്ടോറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നും അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലെ ഒരു സാധ്യതയെക്കുറിച്ചുമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രാക്ടീസ് നിലയ്ക്ക് ഞാൻ അതിനെ മുന്നോട്ട് വെക്കുന്നത്. അത് കവിതയായാലും ക്യൂറട്ടോറിയൽ പ്രാക്ടീസ് ആയാലും എല്ലാം. താങ്ക് യു. ഇതൊരു ഓപ്പൺ എൻഡഡ് ചർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പിൻവാങ്ങുന്നത്. ഇവരെല്ലാവരും ഒരേ സെൻറ്റൻസ് ഇവർക്ക് മാധ്യമങ്ങളെക്കുറിച്ചും അതുപോലെ ന്യൂ പ്രവണതകളെക്കുറിച്ചും ഇവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും വെച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. കവിതയിൽ നിന്ന് തുടങ്ങും. ഒരു സെൻറ്റൻസിലൊക്കെ എങ്ങനെ പറയൂ? കൺക്ലൂഷൻ അല്ല, ഒരു ഓപ്പൺ എൻഡഡ്. യെസ്, ഒന്ന് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ നിർത്തിയോർത്തുനിന്ന് ഒന്നും കൂടി ആലോചിക്കുക. അതായത് എൻ്റെ ഗവേഷണ വിഷയത്തിലൊരു വലിയ വിഷയമായിരുന്നത് ഇവിടെ മുങ്ങിക്കിടന്നിരുന്ന ഒരു കാണി ഉണ്ടായിരുന്നു. അഥവാ വായനക്കാരൻ എന്നുള്ള പേരിൽ വായന എന്ന് പറയുന്ന ഒരേ സമയം കാഴ്ച കൂടി ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ കാഴ്ചയെ പൊക്കിപ്പിടിക്കാൻ അധികാരമില്ലെന്നും അത് സംസ്കാരമില്ലാത്ത പണിയാണെന്നും കരുതിപ്പോയ ഒരു കാണി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് കാഴ്ച എന്ന് പറയുന്നത് അത്യന്തം എംബോഡിയിങ് ആക്ടിവിറ്റിയാണ്. അത് ശരീരത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അതിന് ഗംഭീര ധൈര്യം വേണം. ആ ധൈര്യത്തിലേക്ക്, അല്ലെങ്കിൽ അതാണ് കാഴ്ചയുടെ ഭാഷ എന്നുള്ളത് കൊണ്ട് ധൈര്യമുള്ളൊരു സമൂഹത്തിന് മാത്രമേ കലാകാരന്മാരെ അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അതിലേക്ക് വികസിക്കുന്ന ഒരു കാണി ഇവിടെ ഉണ്ട്. അവരെ സഹായിച്ചെടുക്കലും കൂടി സ്വയം സഹായമാണ് അത്, പക്ഷെ അതും കൂടി മനുഷ്യരുടെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പറയുകയാണ്. കാരണം ഈ ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അത് കലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടാഞ്ചിബിൾ എക്സിസ്റ്റൻസിന് ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങളെല്ലാം അങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് ഇത്രയും നമ്മളിപ്പോൾ വളരെ വിപുലമായിട്ടുള്ള ഒരു കലാസമ്പ്രദായത്തിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ കസ്റ്റോഡിയൻസ് ആണ് എന്നുണ്ടെങ്കിലും മുരളി പറഞ്ഞതുപോലെ നമുക്കില്ലാത്തത്, ഞാനിത് കൂട്ടി പറയുന്നത് ഒരിക്കൽ സനൽ വി സനലുമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഇടയിൽ സനൽ പറഞ്ഞാണ് കേരളത്തിൽ ഈവൻ ബിനാലെ പോലും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചക്കാരാകുന്നു, നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അതിനെ കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു എസ്തറ്റിക് പ്ലഷറിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എനിക്ക് തോന്നുന്നത് അതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള വേദികളും മ്യൂസിയങ്ങളും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇല്ലാതെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, ഒരു വിഷ്വൽ ലിറ്ററസിയിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പറയാനുള്ളത് ഈ മെറ്റീരിയലിൻ്റെ കാര്യമാണ്. നമ്മൾ ടെക്നോളജിയുടെ കാര്യങ്ങളും സംസാരിച്ചു. അതേപോലെ തന്നെ വളരെ സബ്ജക്റ്റീവായിട്ടും വളരെ പൊളിറ്റിക്കലായിട്ടും പുതിയ പ്രവണതകളെ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ പീറ്റർ പവ്ലോസ്കി, അതുപോലെ തന്നെ പാറ്റിച്ചൻ തൊട്ട് ഈവൻ ഇന്ത്യയിലെ വർക്ക് ചെയ്യുന്ന പല കണ്ടംപററി ആർട്ടിസ്റ്റുകളും ഒക്കെ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മളിതിവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും എടുക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.